എന്താ ഇപ്പൊ മറ്റന്നാളത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു സമാധാനമായി. തന്നത്തായിരുന്നു വർത്താനം പറയണ്ടല്ലോ. മറ്റന്നാ ഒരു പരിപാടി പരസ്യത്തിന് എന്തോ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഇത്ര ശീലമൊന്നുമില്ല. അതൊക്കെ പക്ഷെ മുഖത്തിന് എന്തൊരു ക്ഷീണുണ്ടല്ലോ. അത് മിനിഞ്ഞാന്നൊരു യാത്ര ഉണ്ടായി വിജയമംഗലം. പക്ഷെ നല്ല രസമായി. എനിക്ക് കാണണമെന്ന് മോഹിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അപ്പൊ ഇവര് അല്ല വിജയമംഗലത്തേക്ക് പോവാന്താ കാരണം? അത് പിന്നെ കുട്ടികളുടെ അച്ഛൻ അവിടെയായിരുന്നു ജോലി. പിന്നെ ഞങ്ങളുടെ ആദ്യം കല്യാണം കഴിഞ്ഞപ്പോ മൈസൂരായിരുന്നു കേട്ടോ. അവിടെ പിന്നെ അധികം ഒന്നും ഉണ്ടായില്ല. ഒരു കൊല്ലം ആള് വർക്ക് ചെയ്ത് വെച്ചാലും എന്നെ കൊണ്ടുപോയിട്ട് ഒരു 2-3 മാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ മാറ്റായിട്ടാണ് ഈ വിജയമംഗലത്തേക്ക് ആയത്. കുട്ടികളൊന്നും ആയിണ്ടായിരുന്നില്ല. ഇവരുണ്ടായിരുന്നു. പിന്നെ ഈ രണ്ടാളും അവിടുന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോ കുട്ടികളുടെ പഠിപ്പിനെ പറ്റിയിട്ടൊക്കെ ചിന്തയപ്പോ അവിടെയൊക്കെ തമിഴ് മീഡിയം ഒക്കെ കുട്ടികൾക്ക് വിഷമല്ലേ നമുക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ. അപ്പൊ എങ്ങനെയെങ്കിലും അപ്പൊക്കെയാണ് തിരുവനന്തപുരം ഡിവിഷനൊക്കെ വന്നപ്പോ പിന്നെ കേരളത്തിലേക്ക് മാറ്റുന്നു. അപ്പൊ അവിടുത്തെ ആ ഒരു ഓർമ്മ കാരണം കുട്ടിപ്പിരോടൊക്കെ ഇങ്ങനെ പറയുമ്പോ ഒന്ന് പോകണം, ഒന്ന് കാണണം, ആ പഴയതൊക്കെ ഒന്ന് കാണാം. അവിടെ ഉണ്ടോ അതൊക്കെ എപ്പോഴും ഒന്നൊന്നും അറിഞ്ഞിട്ടല്ല. അപ്പൊ എന്നാലും ഒന്ന് പോയി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയി. കണ്ട അവിടെ ചിലതൊക്കെ പൊളിച്ചു പോയിരിക്കണം. ഞങ്ങള് താമസിച്ച കെട്ടിടം ഒക്കെ പൊളിഞ്ഞെണ്ണു. എന്നാലും ആ ഒരു ഇതൊക്കെ അതേപോലെ ഉണ്ട്. ചെറൊക്കെ അതേപോലെ. പിന്നെ കൊറേ കഴിഞ്ഞാൽ നമുക്ക് മോഹമുണ്ടെങ്കിലും പറ്റാണ്ട് വരും. അപ്പൊ പിന്നെ ഉള്ളപ്പോ പറ്റണ സമയത്ത് ഇവര് ഒക്കെ തയ്യാറായപ്പോ പിന്നെ അതൊരു സന്തോഷം. അടുത്ത് ഞങ്ങള് താമസിച്ച ക്വാർട്ടേഴ്സിന്റെ തൊട്ട് പിന്നിൽ തന്നെ ഒരു അമ്പലമുണ്ട്. വേറെ അമ്പലമൊക്കെ ഉണ്ട്. ചെന്നിമല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമ്പലമുണ്ട്. മുരുകനൊക്കെയാണ്. അവിടേക്കൊക്കെ ഞങ്ങൾ പോവലുണ്ട്. പിന്നെ ഇത് തൊട്ട് പിന്നിൽ തന്നെയാണ്. അവിടെ പിന്നെ എങ്ങനെയാ വെച്ചാൽ അവർക്ക് അവരുടെ ആചാരപ്രകാരം ഇതൊക്കെ ഉണ്ട്. ബലി കോഴി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അമ്പലമുണ്ട്. അത് പോയി കണ്ടു ഞങ്ങള്. അവിടെ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ പോയി. പഴയ ഒരു അന്നത്തെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് അവിടെ. ഒരു മാറ്റവും ഇല്ല. എത്ര കൊല്ലം മുന്നേ? 48 കൊല്ലം മുമ്പത്തെ കഥ. അന്ന് ആ മരം എപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ കണ്ടപ്പോ ഒരു സന്തോഷം. എല്ലാം കൂടി വൈകുന്നേരം വന്നപ്പോഴേക്കും വെയ്യാണ്ട് കഴിയും. ഒരു രസല്ലേ ഇതൊക്കെ. ഇനിയിപ്പോ ഓർമ്മ നമുക്ക് മനസ്സിൽ നമുക്കത് എപ്പോഴും തങ്ങി നിൽക്കും. ക്വാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ബ്രിട്ടീഷുകാർ പണിത ക്വാർട്ടേഴ്സുകളാണ്. അന്നൊക്കെ എങ്ങനെ വെച്ചാൽ ഈ ഇങ്ങനെയുള്ളതൊക്കെ റെയിലാണ്. ഇതൊക്കെ റെയിലോണ്ടാണ് ഉണ്ടാക്കുക. പിന്നെ 3 റൂമും ഒരു ചെറിയൊരു വരാന്തയും അടുക്കളയൊക്കെ ഉണ്ട്. 3 റൂം ചെറിയ റൂമാണ്. അതൊക്കെ പിന്നെ ഇവരൊക്കെ കുട്ടികളല്ലേ. അത്ര വലിയ റൂമിന്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങള് 4 ആളും അതിന് അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അടുക്കളയൊക്കെ ഉണ്ട്. അടുക്കളയുണ്ട്, കുളിമുറി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒക്കെ അങ്ങനെ ഈ പഴയ മോഡലാന്ന്. അവർക്ക് പിന്നെ ഇപ്പോഴും വലിയ മോഡൽ. അവർക്ക് ഇപ്പുറത്തുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ പൊളിച്ചിട്ട് അവിടെ വേറെ ക്വാർട്ടേഴ്സ് കൊണ്ട് കിടക്കണം. അതും വലിയ പുതിയ മോഡലൊന്നുമല്ല. പുതിയതാ പണിതൊന്നും മാത്രം. അത്രേ ഉള്ളൂ. അപ്പൊ ആ സ്റ്റേഷനൊക്കെ കണ്ടപ്പോ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഇതായി. പഴയ സ്റ്റേഷൻ പോയി. അപ്പുറത്തെ റെയിലിന്റെ അപ്പുറത്ത് പുതിയ സ്റ്റേഷനൊക്കെ പണിത് പോയി. സ്റ്റേഷനിലേക്കൊക്കെ പോയി. എല്ലാ കേക്കും പോയി. സ്റ്റേഷനിലും പോയി. പിന്നെ അവിടെയൊക്കെ ഒരു വിധം എനിക്കറിയണ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ അപ്പഴൊക്കെ ആകെ മാറ്റം വന്നു. 48 കൊല്ലായി. അവിടെയൊക്കെ ഇതൊരു വ്യത്യാസം എനിക്ക് കണ്ടിട്ടെന്ന് ആദ്യം ജോലി തെറ്റിയോന്ന് പോലും വിചാരിച്ചു. ഉഷയുടെ പണി കഴിഞ്ഞിപ്പയ്യോ എന്റെ പണി കഴിയലുണ്ട്. ഇവിടെ ഒരാളുള്ളത് എന്തെങ്കിലും ചെയ്യാം. പുറത്തുണി മടക്കാണ്ട്, തോരിടാണ്ട്, പിന്നെ അടുക്കളയില് പണിയുണ്ട്. എന്തെങ്കിലും ചെയ്യാം. അവിടെ അങ്ങനെ കിടക്കലല്ലോ. അപ്പൊ അതന്നെയാണ് ശീലിപ്പിച്ചു പോയി. നീ കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൊഴിലുണ്ടാവില്ല. നിന്ന് തുള്ളു കണ്ടു. ഞാൻ പോയിട്ടുണ്ട് പണി നോക്കട്ടെ. അപ്പൊ അമ്മ അവിടെ ഇരുന്നിട്ട് തന്നത്തേക്ക് പഴയ അതൊക്കെ ആലോചിച്ച് ഇവിടെ അയ വറക്കി അവിടെ ഇരിക്കുക.